ചെയ്ത വോട്ടുകളിൽ കഴിഞ്ഞ തവണത്തെക്കാൾ 6% കുറവ്. വോട്ടെടുപ്പിനോട് വിമുഖത കാട്ടിയതിൽ ഭൂരിപക്ഷവും യുവജനത. കനത്ത വെയിലും പോളിംഗിനെ പിന്നോട്ടടിച്ചു. പക്ഷേ ന്യൂനപക്ഷ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനയുണ്ടായി. കൊല്ലം മണ്ഡലത്തിലെ LDFന്റെ ഉറച്ച വോട്ടുകൾ 3,70,000. ഇത്തവണ 50,000-ഓളം പേരെ LDF പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്തു. ഈ വോട്ടുകൾ പൂർണ്ണമായും ലഭിച്ചാൽ 3 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് മുകേഷ് ജയിക്കുമെന്നാണ് LDF കണക്കുകൂട്ടൽ. സിനിമാ താരപരിവേഷം സ്ത്രീ വോട്ടർമാരിൽ ചലനമുണ്ടാക്കിയെന്നും വിലയിരുത്തൽ. വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധനയും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ വലിയ ഭൂരിപക്ഷം UDFന് കിട്ടിയ ബൂത്തുകളിൽ തന്നെയാണ് ഈ കുറവ് സംഭവിച്ചിട്ടുള്ളത്. UDFനെ പിന്തുണയ്ക്കുന്ന ബൂത്തുകളിൽ പോളിംഗ് കുറഞ്ഞു. എങ്കിലും NK പ്രേമചന്ദ്രന്റെ ജനകീയത വോട്ടാകും. ന്യൂനപക്ഷ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ കൂടുതൽ ലഭിക്കും. എങ്കിലും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഇക്കുറി ഉണ്ടാകില്ലെന്നാണ് UDFന്റെ നിഗമനം. നല്ല ഒരു വിഭാഗം യുവാക്കൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് വിട്ടുനിന്നു എന്ന് വേണം കരുതാൻ. വോട്ടിംഗ് കുറഞ്ഞു എന്നുള്ളത് ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതൊന്നും ജയത്തെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. സ്വാഭാവികമായി അത് ഭൂരിപക്ഷത്തെ ഒരുപക്ഷെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്ക് പരിശോധിച്ചാൽ NDAക്ക് കൊല്ലത്ത് 1,90,000 വോട്ടുകൾ വരെ നേടാം. ജില്ലാ നേതൃത്വവും സ്ഥാനാർത്ഥിയും തമ്മിലുണ്ടായ സ്വാരസ്യം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ലെങ്കിൽ 2.5 ലക്ഷത്തോളം വോട്ടുകൾ നേടാമെന്നാണ് NDAയുടെ നിഗമനം. 9 ലക്ഷത്തിൽ താഴെ വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും ഒരു 3-3.5 ഉദ്ദേശിക്കും. അത് കിട്ടുന്ന വ്യക്തി ആരാണെങ്കിലും ജയിക്കും. ഈ ഒരു അവസ്ഥയിൽ ഒരു 3-3.25 ലക്ഷം വോട്ട് വരെ കിട്ടാം. 2.25 മുതൽ 3.25 ലക്ഷം വോട്ട് വരെ കിട്ടാമെന്നാണ് കണക്കൂട്ടൽ. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടുകൾ പരിശോധിക്കുകയാണ് മുന്നണികൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ അത് പൂർത്തിയാകുന്നതോടെ ജയപരാജയങ്ങളുടെ ഏകദേശ ചിത്രം വ്യക്തമാകും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.